ആരെ ഈ ഷർട്ട് കഴുകിയേ? ഞാനാ. ഇതിന്റെ വേർപ്പ് നാറ്റം പോയിട്ടില്ലല്ലോ. ഇത് ഇട്ടോണ്ടാണ് ഞാൻ ഓഫീസിൽ പോണ്ടേ? എന്തൊക്കെയാടാ നീ പറയുന്നേ? അമ്മ ഇതിൽ ഇടപെടണ്ട. ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് ചെയ്യരുത്. ആളുകളുടെ മുമ്പിൽ ചിരിച്ചു കാട്ടി നടക്കുന്നത് പോലെ അല്ല ഇത്. മനസ്സിലായോ? എന്താണ് നിനക്ക്? എന്തിനാ മോളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഷർട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റി വേറെ എന്തെങ്കിലും എടുത്തിട്. അല്ലാതെ വെറുതെ. ഞാനൊന്നും പറയാൻ പാടില്ല. അപ്പോഴേക്കും കെട്ടിപ്പൊതിഞ്ഞ് സംരക്ഷിക്കണം മരുമകളെ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, നിന്നോടാ ചോദിച്ചത്. ഇങ്ങനെ ഇതുവരെ അവൻ പെരുമാറിയിട്ടില്ല മോളെ. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലേ ഇവിടെ വന്ന് കുറച്ചെങ്കിലും ദേഷ്യം കാണിക്കും. എന്താണെന്ന് നമുക്ക് സമാധാനത്തിൽ ചോദിച്ചറിയാം. അമ്മേ, നിത്യേച്ചി ഇക്കാര്യത്തിൽ വിഷമിക്കൊന്നും വേണ്ട. കുറച്ച് കഴിയുമ്പോ കണ്ടോ ഏട്ടന്റെ ഭാവം മാറുന്നത്. മോള് ചെന്ന് അവനൊരു കാപ്പി ഇട്ട് കൊടുക്ക്. അപ്പോഴേക്കും എന്താണെന്ന് അമ്മ ചോദിക്കാം. ചെല്ലു മോളെ. ഏട്ടൻ ഇത് എന്താ അമ്മ ഈ കാണിക്കുന്നേ? നിത്യേച്ചി പേടിച്ചു പോയിട്ടുണ്ടാവും. ശരവണ, നീ അവനോടൊന്ന് ചോദിക്ക. அம்மா எனக்கு முடியாதம்மா. அவரோட ஆபீஸில் நடந்த பிரச்சனை நான் எதுக்கு போய் உத வாங்கினேன்? மன்னிச்சிடம்மா. ഹലോ ഹരിയേട്ടാ. ആ ശ്രേയ, വിപിൻ എന്നാ നാട്ടിലെത്തിയത്? എനിക്കറിയില്ല. അവൻ വീണ്ടും വന്നോ? ആ വന്നു. അവൻ ഈ നാട്ടിലുണ്ട്. ഹരിയേട്ടൻ എങ്ങനെ അറിഞ്ഞു? വിപിൻ വീണയെ വിളിച്ചിരുന്നു. എന്തിന്? വീണയെ വിളിക്കാൻ അവൻ എങ്ങനെ ധൈര്യം കിട്ടിയേ? അവന്റെ കണക്കിന് നശിപ്പിച്ച് വലിച്ചെറിയുന്ന പെൺകുട്ടികൾ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവരാണല്ലോ. അവൻ എവിടെ ഉണ്ടാവൂന്ന് എനിക്കറിയണം. എനിക്കവനൊന്ന് നേരിട്ട് കാണണം. ഹരിയേട്ട, ഞാനൊരു കാര്യം പറയാം. എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ. അവന്റെ മുന്നിൽ ചെന്നിട്ട് കൈക്കരുത്തിന്റെ കാര്യമാണെങ്കിൽ ശ്രേയ പേടിക്കണ്ട. പാടത്ത് പണിയെടുക്കുന്ന എന്നോട് അവന് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. ശ്രേയ അവൻ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിച്ച് തന്നാ മതി. പറ്റോ? അത് ഞാൻ കണ്ടുപിടിച്ചു തരാം. ആ അത് മതി. ഹരിയേട്ട, ഞാൻ വീണ്ടും പറയാ. വേണ്ട ശ്രേയ, ഞാനിപ്പോഴേ കുഴിമാടത്തിൽ കിടക്കുന്ന ശവ. അതിന് മീതെ വീണ്ടും വീണ്ടും ഒരു ഭാരം എടുത്തിടാൻ എനിക്കൊരാളെ അനുവദിക്കാൻ പറ്റില്ല. ഇത് ഇട്ടോണ്ടാണ് ഞാൻ ഓഫീസിൽ പോണ്ടേ? ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് ചെയ്യരുത്.
ആളുകളുടെ മുമ്പില് ചിരിച്ചു കാട്ടി നടക്കുന്നത് പോലെയല്ല ഇത്. ആ! എന്താ ശരവണ, എന്തേലും വേണോ? ഒന്നും വേണ്ടമ്മ. അവർക്ക് വേറെ ഏതാவது ടെൻഷൻ மாதிரி. அதனால தான் அவர் இந்த மாதிரி எல்லாம் பெருமாறிட்டு இருக்கு. சுஜாதா மேடம், ஜோதி எல்லாரும் டென்ஷனா இருக்கு. அம்மா, நான் கூடி இதுவரை அவரை இந்த மாதிரி பார்த்ததே இல்லையே. വേറെ ഒന്നുമില്ല ശരവണ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതാരും ചോദിക്കുന്നതും അതിന്റെ പേരിൽ എന്നെ വഴക്ക് പറയുന്നതും ഞാൻ കാര്യാക്കില്ല. പക്ഷെ விடுங்க அம்மா, ഇതിപ്പോ ഒരു 2 മിനിറ്റ്സ്ക്കുള്ള ശരിയായിടും. അമ്മ നീങ്ക കവലപ്പെടാതെ. நம்புங்க அம்மா. ശരി. அம்மா, உங்களோட கண்ணு நிறைஞ்சா அது இந்த குடும்பத்துக்கு சாபம் மாதிரி. யாராலும் தாங்க முடியாது. அதான் நான் சொன்னேன். சரிம்மா. എന്തിനാണെന്ന് നിനക്ക് ചെല്ലുന്ന സ്ഥലത്തെത്തുമ്പോൾ മനസ്സിലാവും. നീ വിളിക്കുന്ന എങ്ങോട്ടായാലും എനിക്ക് കുഴപ്പമില്ല. പോവാം. കോഫി. ഇത് കോഫിയാണോ അതോ കാടിവെള്ളോ? ഞാൻ ടേസ്റ്റ് നോക്കിയതാണല്ലോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഓഹോ, നീ കുടിച്ചു നോക്കി? ഒരു കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ലേ? കുഴപ്പമൊന്നുമില്ലെന്ന് നീ പറഞ്ഞാ മതിയോ? കുടിച്ചു നോക്കടി, കുടിച്ചു നോക്കടി, കുടിച്ചു നോക്കടി. എന്റെ മോളെ തൊട്ടു പോവരുത്. നിന്റെ മനസ്സിൽ വേറെന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടവരോട് തീർത്തോളണം.
എന്റെ മോളെ ഇനിയും തൊടാനുള്ള ധൈര്യം ഉണ്ടോടാ നിനക്ക്? ഉണ്ടോന്ന്? ഏട്ടനെന്താ ഭ്രാന്താണോ? നമ്മുടെ വീടിനകത്താണോ ഇതൊക്കെ കാണിക്കുന്നേ? എന്നാ സാർ ഇത്? എന്നാ കൊടുമ സാർ? പാവല്ലേ അവര്? ജീവ, എന്റെ മനസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്നുകിൽ അതിന്റെ കാരണം എന്താണെന്ന് മറ്റുള്ളവരോട് പറയുക, അല്ലെങ്കിൽ നീ തന്നെ അത് സ്വയം പരിഹരിക്കണം. അല്ലാതെ നിന്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്ന ഒരു പെണ്ണിനോട് പരാക്രമം കാണിക്കാനാണ് നീ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ എന്റെ സ്വഭാവം അതിനനുസരിച്ച് മാറും. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോടാ? അച്ഛന്റെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നതെങ്കിൽ ഒന്നു കളഞ്ഞു നിന്നെ. അമ്മേ, എനിക്ക് വിശക്കുന്നു. എനിക്ക് ചോറ് വേണം. എനിക്ക് ഭക്ഷണം എന്താ? ചെല്ല്. ഇന്നത്തെ ഒരു ദിവസം കൂടെ ക്ഷമിക്കുമോളെ. അത് കഴിഞ്ഞ് എനിക്ക് നിനക്ക് മാത്രമായിട്ട് ഒരു 3 ദിവസം കിടക്കല്ലേ. ജീവിതം എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാൻ പോവാ പൊന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു പെൺകുട്ടിയും എന്നെ ഇത്ര ആകർഷിച്ചിട്ടില്ല. സോ ഓസം. ആരെയാ നീ ജീവിതം കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? വീടിനകത്തൊരു തോന്നിയസം കാണിക്കുന്നു. എന്താ നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ടത് നിന്നെയാ. എഴുന്നേറ്റ് വാടാ. പണവും സമ്പത്തും കാട്ടി പെൺകുട്ടികളെ ഒരുപാട് നീ നിന്റെ വലയിലാക്കിയല്ലേ. നിന്റെ മിടുക്കൊണ്ട് അവരൊന്നും നിന്നോട് ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നീ നിന്റെ മിടുക്ക് കാണിക്കുമ്പോ ഞങ്ങളുടെ മിടുക്കും കാണിക്കണമല്ലോ. വാടാ ഇങ്ങോട്ട്. എന്റെ സൗകര്യങ്ങൾ കാണിച്ച് ഞാൻ ആരെങ്കിലും വളച്ചിട്ടുണ്ടെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതെന്റെ മിടുക്ക്. അതിനിവിടെ കയറി വന്ന് ചൊറിയല്ല വേണ്ടത്. നിന്റെ വീട്ടിൽ നിന്ന് എന്റെ കൂടെ ഇറങ്ങി വന്ന നിന്റെ അമ്മയായാലും പെങ്ങളായാലും അവരെ അടക്കി നിർത്താൻ നീ പഠിക്കണം കേട്ടോ. എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ ഗുണ്ടയൊന്നും അല്ല. മാനം മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കുന്ന ഒരുത്തന്. ആ മാനവും മര്യാദ എന്താണെന്ന് ഇവന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ ഇവനെ കൊണ്ടുവന്നത്. നീ പോലീസിനെ വിളിക്കേ. പോലീസല്ല, നിന്നെ രക്ഷിക്കാൻ ഈ നാട് മുഴുവൻ ഇളകി വന്നാലും നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. തൊട്ടുപോര് തന്നെ. ഞാൻ ഈ അടിച്ച ഒരടി പോലും ഇവൻ അർഹതയില്ലാത്തതല്ല.
ഇവനെ എനിക്ക് കൊണ്ടുപോയേ പറ്റൂ. വേണോ പിടിച്ച് വണ്ടി കേട്ടടാ. ആടാ ഇങ്ങോട്ട്. ഇത് കറിയാണോ? നിന്റെ നാട്ടിൽ ഇതിനെയാണോ കറി എന്ന് വിളിക്കുന്നത്? അത് ആവശ്യമില്ലാതെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഇതെല്ലാം കൂടെ വലിച്ചു ഞാൻ തീ കത്തിക്കും. അമ്മ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന? മക്കളുടെ കാര്യത്തില് ഇന്നോളം ജയിച്ചെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആദ്യമായിട്ട് അമ്മ തോറ്റു പോകുന്നത്. നിന്നോട് മാപ്പ് പറയാനേ അമ്മയ്ക്ക് പറ്റും. അയ്യോ അമ്മ, അങ്ങനെയൊന്നും എന്നോട് പറയരുത്. അമ്മേ, ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഏട്ടന് എന്താ പ്രശ്നം ചോദിക്കും. എന്നാ പ്രോബ്ലം തെരിയില്ല മാഡം. ഞാൻ അവരുടെ ഓഫീസിൽ വിളിച്ചിരുന്നത്. അങ്ക ഒന്നും നടക്കലേ. എന്നെ ഇഷ്ടമുണ്ടാവില്ല. ചിലപ്പോ എന്റെ കുടുംബത്തിന്റെ യോഗ്യതയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ഇപ്പോഴായിരിക്കും. ചെറിയച്ഛനും കുടുംബവും മണ്ഡപത്തിൽ കാണിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴായിരിക്കും ഓർത്തിട്ടുണ്ടാവുക. അതിന്റെ പകയായിരിക്കും ഇപ്പോഴെന്നോട് തീർക്കുന്നത്. എന്നെ വേണ്ടെങ്കിൽ അത് പറയാൻ പറ അമ്മ. ഒരു പരാതിയില്ലാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. എന്തൊക്കെയാ കുട്ടി നീ പറയുന്നത്? ഇവിടുന്ന് ഇറങ്ങി പോവാനോ? അമ്മ നിന്നെ പറഞ്ഞയക്കോ? നോക്ക, ജീവന്റെ ജീവനായിട്ട് നിന്നെ ചേർത്ത് പിടിച്ചതായി അമ്മ. അവനെന്നല്ല, ഈ ഭൂമിയിൽ ആരും ഒരു വാക്കുകൊണ്ട് പോലും മോളെ നോവിക്കാൻ അമ്മ സമ്മതിക്കില്ല. ഈ വിഷയം ഞാൻ പരിഹരിക്കും. അല്ലെങ്കിൽ നിന്റെ അമ്മയെന്ന് പറയാനുള്ള യോഗ്യത എനിക്കുണ്ടാവില്ല.